കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു നിരവധി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു നിരവധി. പരിശുദ്ധനായ ദൈവമേ, അപ്പച്ചായി നല്ല സമയത്ത് ഞങ്ങളുടെ പുത്രനാം യേശുവിൻ നാമത്തിൽ കടന്നു വരുന്ന അപ്പച്ച ദൈവമേ, കർത്താവേ, ആമേ, ഞങ്ങളെ ഒന്നിച്ച് ഞങ്ങളുടെ തിരുനാമത്തെ ഉയർത്തുവാൻ പരിശുദ്ധ ആത്മാവ് നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കർത്താവ് എല്ലാം ഫലമേൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ചും ഈ അനാംസ മീറ്റിങ്ങിലൂടെ, ഈ കൺവെൻഷനിലൂടെ ആമേൻ എല്ലാവരെയും പരിചയപ്പെടുക. അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന ദേവദാസുമാർ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. കർത്താവ് നല്ലവൻ, നമ്മുടെ ദൈവം. എത്ര പേർക്ക് യേശു നല്ലവനെന്ന് പറയാൻ പറ്റും? യേശു മാത്രമേ ഈ ലോകത്ത് നല്ലവനെന്ന് പറയാനുള്ളൂ. പിന്നെ യേശുവിനെ വിശ്വസിക്കുന്ന നമ്മളെയും യേശു നല്ലവരാക്കി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കൊള്ളൂല്ലാത്തവരായിരുന്നു. നിങ്ങളെങ്ങനെ എനിക്ക് അറിയത്തില്ല. ഞാൻ കൊള്ളൂല്ലാത്തവനായിരുന്നു, ആർക്കും വേണ്ടാത്തവനായിരുന്നു. ആമേൻ. ഇന്ന് ദൈവമാണ് നല്ലവരാക്കി വച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ പോലെ ചിന്തിപ്പാൻ, യേശുവിനെ പോലെ സംസാരിപ്പാൻ, യേശുവിനെ പോലെ മറ്റവരെ കരുതുവാൻ യേശുവിന് മാത്രമേ നമ്മളെ മാറ്റുവാൻ കഴിയൂ. ഹല്ലേലൂയ. ആ യേശുവിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പകൽക്കാലം തുറക്കട്ടെ. കർത്താവ് നിങ്ങളെ കൊണ്ട് ആമേൻ വൻകാര്യത്തെ ഈ നാളുകളിൽ ചെയ്യട്ടെ. ആമേൻ. നിങ്ങൾ ഒത്തിരി ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നത് എനിക്കറിയാം. ഇന്ന് അല്പം ക്ഷീണമൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. കാരണം പാലക്കാട് ഒത്തിരി ചൂടാണ്. വീടിനകത്തും കിടക്കാൻ പറ്റുന്നില്ല, വെളിയിലും കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഇതുപോലെ പാലക്കാട് ചൂട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാനും പോയിട്ട് 10-17 വർഷമായി. ഒത്തിരി ചൂടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസമായി. ഇവിടെ വന്നതുമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു, ഇന്ന് മഴ വരും കേട്ടോ, നല്ല തണുപ്പുണ്ട്. ആ കുഞ്ഞുമക്കളെല്ലാം പറയുക, കാരണം ഇവിടുത്തെ കാലാവസ്ഥ അത്ര അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഞങ്ങളെയും ദൈവം ഇതിൽ ഉൾപ്പെടുത്തിയ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്ത് മഴയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഒത്തിരി വരൾച്ചയായിപ്പോയി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യഥാർത്ഥ പേര്, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ പേര് ബാലസുബ്രഹ്മണി എന്നാണ്. എൻ്റെ സ്വദേശം ഇടുക്കി മൂന്നാറ്, അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. അവിടെ ഒരു എസ്റ്റേറ്റിൽ, കുണ്ടള എന്ന് പറയുക, ആ എസ്റ്റേറ്റിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് വീടും പുരയുടെ ഉള്ളതൊക്കെ മറയൂരെന്ന് പറയും, അവിടെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. എന്നാൽ ഞാൻ ജനിച്ച് വളർന്നതെല്ലാം എൻ്റെ ഒരു കൂലിക്കാരനായ ഒരു അപ്പൻ, ആ അമ്മയ്ക്ക് ഞാൻ ഉണ്ടായവനാണ്. 8 മക്കളാണ് ഞങ്ങൾ. അതിൽ 4 ആണും 4 പെണ്ണും. അതിൽ 7ാമത്തെയാണ് ഞാൻ. എൻ്റെ താഴെ ഒരു അനിയനുണ്ട്. ഇവരെല്ലാവരും ഞങ്ങൾ സന്തോഷമായിട്ടാണ് ഇരുന്നത്. എന്നാൽ എനിക്ക് യേശുവിനെ അറിയത്തില്ല. യേശുവിനെ അറിയാത്തൊരു കുടുംബമായിരുന്നു. എന്നാൽ രഹസ്യമായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ 2ാമത്തെ പെങ്ങൾ ഭാഗ്യലക്ഷ്മി, അവരാണ് ആദ്യമായിട്ട് യേശുവിനെ അറിഞ്ഞത്. ആരോടും മിണ്ടിയിട്ടില്ല കേട്ടോ. അവർ മിണ്ടുന്നത് എപ്പോഴാണ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ പറയാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പെങ്ങന്മാർ 4 പേരും എനിക്ക് മൂത്തവരാണ്. അതിൽ മൂത്തതിൽ ലാസ്റ്റ് പെങ്ങളെ ബെൽഗാമിലെ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് തിരിച്ചു വരാൻ നേരത്ത് സേലത്ത് വെച്ച് എൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചുപോയി. എനിക്ക് 14-15 വയസ്സേ ഉള്ള ആ സമയത്ത്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ആ സമയത്താണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് 47 വയസ്സുണ്ട്. അപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ച ആ സങ്കടം, ഞങ്ങളുടെ ഉള്ളിൽ ആ നൊമ്പരം എൻ്റെ വെളിയിൽ നിന്ന് പോയിട്ടില്ല. കുഞ്ഞു മക്കളാണ് ഞാനും എൻ്റെ അനിയനും. അവന് 12 വയസ്സും കാണ്ടുണ്ട്. എനിക്ക് അവനെ ആശ്വാസപ്പെടുത്താൻ അറിയത്തില്ല. എൻ്റെ അപ്പച്ചൻ ഉണ്ട്. അപ്പച്ചനെയും എല്ലാവരെയും നോക്കണം. ഈ കടമയെല്ലാം, ഈ ചുമതലയെല്ലാം എൻ്റെ മേത്തുണ്ട് കേട്ടോ. പക്ഷേ ഇതെനിക്ക് അറിയത്തില്ല. എൻ്റെ അമ്മയെ ഞങ്ങൾ ആ ശേലത്ത് അടക്കിയിട്ട് ഞാൻ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ കതകൊന്ന് തുറന്നപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലായിടത്തും എൻ്റെ അമ്മയുടെ വസ്ത്രം കിടക്കുന്ന ഇടം, എൻ്റെ അമ്മയുടെ ഫോട്ടോ, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ കൂടെ ഇരിക്കുന്ന പോലെ ഒരു തോന്നൽ, അവിടെ നിന്ന് വിളിക്കുന്ന പോലെയൊക്കെ തോന്നുക. ബാലസുബ്രഹ്മണി എന്ന് വിളിക്കുന്ന ഒരു തോന്നൽ. എനിക്കറിയത്തില്ല, അന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നതാ. അപ്പോൾ ദൈവമായിട്ട് എൻ്റെ അമ്മ വന്നു എന്നുള്ള ആ ഓർമ്മയിലാണ് ഞാൻ നിൽക്കുന്നത്.
പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് കാണുന്നിടത്തെല്ലാം എൻ്റെ അമ്മ പോലെ എനിക്ക് തോന്നുക. എനിക്ക് വല്ലാത്ത വിഷവും ഭയങ്കര നൊമ്പരവുമായിപ്പോയി. എന്നെ സമാധാനപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. കാരണം അത്രയ്ക്കും ഞാൻ നീറിക്കൊണ്ടായിരിക്കുന്ന ആ അനുഭവം ആർക്കും വരരുതേ എന്നോർത്ത് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ അനുഭവത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ അപ്പച്ചനുണ്ട്, അനിയനുണ്ട്, ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞ് വേറെ വേറെ സ്ഥലത്താണ്. എൻ്റെ രണ്ടാമത്തെ പെങ്ങൾ മാത്രം മൂന്നാറിൽ താമസിക്കുന്നു. അവിടെ നിന്ന് ഒരു 22 കിലോമീറ്റർ ദൂരെയാണ് കുണ്ടള എന്ന് പറയുന്ന ഗ്രാമത്ത് ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പെട്ടെന്ന് എനിക്കൊരു തോന്നൽ വന്ന്, എൻ്റെ അപ്പച്ചനെല്ലാം ഈ പലചരക്ക് കടയുണ്ടായിരുന്നു, തുണിക്കച്ചവടം ഉണ്ടായിരുന്നു, ബ്രാൻഡ് ഷോപ്പ് ഉണ്ടായിരുന്നു, എല്ലാം എൻ്റെ അമ്മ മരിച്ചേ പിന്നെ എല്ലാം വിറ്റു കുടിച്ച് എല്ലാം നശിപ്പിച്ചു. കേവലം പിച്ചപാത്രം കയ്യിലെടുത്തില്ല കേട്ടോ, അത്രയ്ക്ക് മാത്രം ഞങ്ങളെ വിട്ടില്ല. കാരണം എനിക്ക് അറിയത്തില്ല ആര് ചെയ്ത പുണ്യമോ എന്ന് എനിക്കറിയത്തില്ല. അന്നേങ്ങനെ ഞങ്ങൾ പിച്ചപാത്രം എടുത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ കൊണ്ടാക്കി. എൻ്റെ അപ്പച്ചൻ നല്ലവനാ, പക്ഷേ ചെയ്തത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇനി ചരക്കെടുക്കുവാനായിട്ട് പൈസ കൊടുക്കണം. ഞാൻ പോയി പെട്ടി തുറന്ന് നോക്കിയാൽ അതിലൊരു 50 രൂപയുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ അപ്പച്ചൻ എടുത്തോണ്ട് പോയി. എനിക്ക് തിരിച്ച് ചോദിക്കാനും പറ്റത്തില്ല. ചോദിച്ചാൽ എന്തെങ്കിലും വായിൽ പുളിച്ച് എന്തെങ്കിലും പറയും, അത് കേൾക്കേണ്ട വരും. അതുകൊണ്ട് ഞാൻ ഒന്നും പേടിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നിട്ട് ഈ 50 രൂപ എൻ്റെ കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു, ഈ 50 രൂപയ്ക്ക് വിഷം വാങ്ങിച്ച് കഴിച്ചിട്ട് ചത്തുപോകാം, ഈ ലോകത്ത് ഇനി എന്ത് ചെയ്യണ്ട, ജീവിക്കണ്ട എന്ന് പറഞ്ഞൊരു തോന്നൽ വന്നു. ഞാൻ എന്ത് ചെയ്ത് 50 രൂപ കയ്യിലെടുത്തിട്ട് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് കൃഷിഭൂമിയുണ്ട്, അതിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇത് കുടിച്ചേച്ച് ചത്തുപോകാമെന്ന് പറഞ്ഞ് ഈ 50 രൂപ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. എത്ര രൂപയാ? 50 രൂപ. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഇടപെടും. പരിശുദ്ധ ആത്മാവ് നിങ്ങളെ കൊണ്ട് വൻ കാര്യം ചെയ്യും. ഇതിലൊത്തിരി പേര് ആമേൻ നൊമ്പരം കൊണ്ടും നുരുങ്ങിക്കൊണ്ടും വേദന കൊണ്ടും ഇനിയും എനിക്ക് ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും, എന്നെ രക്ഷിക്കാൻ ആരുണ്ടെന്ന് പറഞ്ഞ് ഏങ്കൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ യേശു ഉണ്ട്. യേശു ഒരിക്കലും കൈവിടാത്ത ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പെറ്റമ്മ മറക്കും, അപ്പൻ മറക്കും, കൂട്ടു സഹോദരൻ മറക്കും, എല്ലാവരും മറക്കും, എന്നാൽ മറക്കാത്ത ഒരു ദൈവമുണ്ട്. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധ തെറ്റിപ്പോകണ്ട. ഞാൻ എന്ത് ചെയ്തു, 50 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് എല്ലാവരും ജോലിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കസേര എടുത്ത് എൻ്റെ വാതിൽക്ക് ഇട്ട് ഞാൻ ഇരിക്കുമ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, അവരെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പോകട്ടെ എന്ന് വെച്ചിരിക്കുമ്പോൾ എല്ലാവരും പോയി. ഞങ്ങൾക്ക് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സ് 3ാമത്തെ ക്വാർട്ടേഴ്സിൽ ഒരു ആൻറ്റി ആ വഴി കൂടെ വരികയാണ്. വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കസേര തിരിച്ചിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരെ കാണണ്ട. കാരണം ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അവരെൻ്റെ അടുത്ത് വഴക്കിടും, അല്ലെങ്കിൽ ഞാനും ഇടും. എന്തിനാ ഇവരെ പോയി നമ്മുടെ സമാധാനം കളയുന്നത്, നമ്മൾ പോകാം എന്നും പറഞ്ഞിട്ട് എൻ്റെ കസേര തിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇവർ നടക്കുന്ന ഒച്ചയെല്ലാം എൻ്റെ ചെവി കേൾക്കാം. ഇവർ നേരെ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നിന്നേച്ച് ഇവർ എന്നെ വിളിച്ചു, ബാലസുബ്രഹ്മണി എന്തിനാ പോക്കറ്റിൽ 50 രൂപ വച്ചേക്കുന്നത്, ചാകാനല്ലേ? ഇത് പ്രൈസിലോട് ഇപ്പം പറയണ്ട കേട്ടോ, ഞാൻ പറയാം, അപ്പം നിങ്ങൾ പ്രൈസിലോട് പറഞ്ഞാൽ മതി. പിശാച് ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞു, നിന്റെ പോക്കറ്റിൽ എന്തിനാ 50 രൂപ വച്ചേക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സർപ്രൈസായി. ഇതെങ്ങനെ എൻ്റെ പോക്കറ്റിലുള്ള 50 രൂപ ഇവർക്ക് അറിയാൻ പറ്റും എന്നോർത്ത് ഞാൻ ഈ ആൻറ്റിയെ കൈക്ക് പിടിച്ച് എൻ്റെ വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട്, കാരണം വെളിയിൽ വെച്ച് എല്ലാം വിളിച്ചു പറയുവാണെങ്കിൽ നാണക്കെടുവല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവരെ കരം പിടിച്ച് ഞാൻ വീട്ടിനകത്ത് കൊണ്ടുവന്നു. എൻ്റെ വീട്ടിനകത്ത് വന്നപ്പോഴാണ് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥയെല്ലാം അവർ കാണുന്നത്. കണ്ട വെളിയിൽ ക്വാർട്ടേഴ്സാ, പക്ഷേ ഉള്ളിൽ ഓരോ സാധനമില്ല, എല്ലാം അപ്പച്ചൻ വിറ്റ് കുടിച്ചു. ഒന്നുമില്ലാതായി. ഇവർ പറയുകയാണ്, ഇവർ വന്ന് ഇവരാണോ സംസാരിക്കുന്നത്, വേറെന്തോ ആണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഇവർ പറയാൻ വരുന്നു എന്നുള്ളത്. ഇവർ പെട്ടെന്ന് എന്ത് ചെയ്തു, കരഞ്ഞിട്ട് അയ്യോ, എൻ്റെ അമ്മയുടെ പേര് സരസ്വ എന്നാണ്, ആ സരസ്വ ചേച്ചിയുടെ വീട് ഇങ്ങനെ ആയിപ്പോയോ, അയ്യോ ഇതെന്താ ഇങ്ങനെ ശൂന്യമായിപ്പോയോ, എൻ്റെ അമ്മ പലിശയ്ക്ക് കൊടുക്കുക കേട്ടോ പണ്ട്, ആ പലിശ വാങ്ങാൻ ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, ശൂന്യമായ ഒരവസ്ഥയാണ്. നിന്റെ കുടുംബം ശൂന്യത ആയിക്കോട്ടെ,
ആ ശൂന്യതയെ അനുഗ്രഹിച്ച് നിന്റെ കുടുംബത്തിൽ നന്മ വരുത്തുന്ന പരിശുദ്ധ ആത്മാവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശൂന്യത്തിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊക്കിയെടുത്ത ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. ഇവർ പറഞ്ഞത് എന്തുവാ വീട് ശൂന്യമായിരിക്കുന്നേ. ഇത് കണ്ടിട്ട് ഇവർ കരഞ്ഞപ്പോൾ ഞാൻ അവരോട് ഒന്നും പറയാൻ പോയില്ല. ഇവരെൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇവരവിടെ നിന്ന് പ്രവചിക്കുന്ന പോലെ ഇവർ പ്രവചിച്ച് പറയുക. നിന്റെ കുടുംബം ഇങ്ങനെ ആകാൻ കാരണം നിന്റെ മാമൻ, അമ്മയുടെ ആങ്ങള, അവരാണ് ഇങ്ങനെ ചെയ്തത്. കാരണം അവരാണ് നിങ്ങളുടെ കുടുംബത്തിന് ഇന്നത് ചെയ്ത് ഇതെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതല്ലേ എനിക്കൊന്നും അറിയണ്ട, ഇതിന് പരിഹാരം ഞാൻ എന്ത് ചെയ്യണം എന്ന് മാത്രം ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഹൈന്ദവ പരിഹാരങ്ങൾ ചിലതുണ്ടല്ലോ, നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. അപ്പോൾ ഞാൻ പരിഹാരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് പരിഹാരം വേറെ ഒന്നും ചെയ്യണ്ട. ഏത് വെള്ളിയാഴ്ച ആരും അറിയാതെ പുലർച്ചെ സമയം 3 മണിയിൽ നിന്ന് 4 മണിക്കുള്ളിൽ ഈ വ്രതങ്ങളെല്ലാം എന്ത് ചെയ്യണം? 7 വെള്ളിയാഴ്ച വെള്ളമെടുത്ത് ഒഴിച്ച് നീ വ്രതം തീർക്കുവാണെങ്കിൽ 6-ാമത്തെ വെള്ളിയാഴ്ച ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. 7-ാമത്തെ വെള്ളിയാഴ്ച നിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയതെല്ലാം ഞാൻ എനിക്ക് തിരിച്ചു തരുമെന്ന് പറയും. എന്ത് ചെയ്യും? തരുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാൻ പറഞ്ഞു 7 വെള്ളിയാഴ്ചയല്ല 14 വെള്ളിയാഴ്ച ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇത് ചെയ്ത് തീർത്തിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയേച്ച് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ പൂജകളെല്ലാം ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു, 3-ഉം കഴിഞ്ഞു, 4-ഉം കഴിഞ്ഞു, 5-ഉം കഴിഞ്ഞു. 6-ാമത്തെ ദിവസം, ഈ 6-ാമത്തെ ദിവസം എൻ്റെ ഉള്ളിൽ വരാമെന്ന് പറഞ്ഞല്ലോ. ഈ 6-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, ഈ ആൻറ്റി വന്നിട്ട് ഓടി വന്ന് പറഞ്ഞു, ബാലസുബ്രഹ്മണി ഇന്ന് 6-ാമത്തെ വെള്ളിയാഴ്ചയാണ്, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ വ്രതം വന്നിട്ട് ഒരു തുപ്പൽ പോലും ഉള്ളിൽ എന്ത് ചെയ്യരുത്, ഇറക്കരുത്. നീ അത്രയ്ക്ക് സൂക്ഷിച്ചിരിക്കണം. കാരണം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എല്ലാം കൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ സൂക്ഷിച്ച് ആ തറ മെഴുകി വെച്ച് ആ തറയിൽ 3 ഉരുള ചോറ് വെച്ചിട്ട് ഈ കൈ പിറകെ കെട്ടിയിട്ട് അത് തിന്നാൻ പറഞ്ഞു. തിന്നു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ നോക്കി ചിരിച്ചു. ഈ ഞാൻ വിശ്വസിച്ച ഈ ഭദ്രകാളി എന്ന് പറഞ്ഞ ഈ സാധനം എന്നെ നോക്കി ചിരിച്ചേച്ച് എൻ്റെ ഉള്ളിൽ വന്നു. എൻ്റെ ഉള്ളിൽ വന്നതുമില്ലേ, എൻ്റെ അവസ്ഥയ്ക്കെല്ലാം ഭയങ്കര വല്ലാത്ത ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഉയർച്ച പ്രാപിച്ചതെന്നല്ല, ഞാൻ എന്തോ ഞാൻ ഭയങ്കര മലയെ എടുത്ത് അങ്ങോട്ട് നീക്കി വച്ചിട്ട് വന്ന പോലെ എനിക്ക് തോന്നും. രാത്രിയെല്ലാം എനിക്ക് ഉറക്കം വരികയില്ല. ഇനി ഈ 6-ാമത്തെ വെള്ളിയാഴ്ച ഇനി ഒരാഴ്ച ആകുമ്പോൾ ഇനി 6 ദിവസം ഉണ്ടല്ലോ. ഈ 6 ദിവസം എങ്ങനെ ഞാൻ കടന്നു പോകുമെന്ന് ചൊല്ലി ഭയങ്കര വെപ്രാളം കൊള്ളുന്നു. എനിക്ക് എന്തോ രാത്രിയായാൽ ഞാൻ ഉറങ്ങും. ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ ഞാൻ പിറ്റേന്ന് അമ്പലത്തിലായിരിക്കും ഞാൻ കിടക്കുന്നത്. പിന്നെ ഞാൻ 6 മറിയാൻ ഞാൻ എണീറ്റ് പോകും. കാരണം എനിക്കും ആ ദൈവത്തിനും തമ്മിൽ ഒരു എങ്ങനെയെന്ന് വെച്ചാൽ ഒരു എന്ത് പറയും, എനിക്ക് ഇവിടുന്ന് അത് പറയാൻ പറ്റുന്നില്ല. കാരണം ദേവദാസന്മാരുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത കൊണ്ട് അങ്ങനെ എന്നെ ഒത്തിരി വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ വഞ്ചിച്ച് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷേ എനിക്കത് തിരിച്ചറിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നതെല്ലാം ഞാൻ അനുഗ്രഹം പ്രാപിക്കും, എന്നെ അനുഗ്രഹിക്കും, എനിക്ക് ഒത്തിരി നന്മകളുണ്ടാകും എന്ന് പറഞ്ഞാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ 6-ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു. 6-ാമത്തെ വെള്ളിയാഴ്ചക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് വെള്ളം ഒഴിച്ചു. അവിടെ സർപ്പമുണ്ട്, അതിന് പാല് കൊടുത്തിട്ട് ഞാൻ നേരിട്ട് അത് കണ്ടപ്പോൾ എൻ്റെ തലമുടിയെല്ലാം ഇങ്ങനെ നിന്നിട്ട് എൻ്റെ ഉള്ളിൽ ഇത് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റം. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു 6 ദിവസം ഉണ്ടല്ലോ. ഈ 6 ദിവസത്തിൻ്റെ ഇടയിൽ ഒരു വിഷയം സംഭവിച്ചു. എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ കയ്യിൽ, എൻ്റെ അമ്മ മരിച്ച അമ്മയുടെ കയ്യിൽ നിന്ന് ഇവർ പലിശയ്ക്ക് മേടിച്ചവരാരും ഒരു 3 കൂട്ടർ തിരിച്ചു തന്നിട്ടില്ല. അതിൽ 2 കൂട്ടർ കൊണ്ടുവന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതിൻ്റെ അമ്മ മരിച്ചു പോയപ്പോൾ ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് മേടിച്ച പൈസയാ, ഇത് പിടിച്ചോ, എനിക്ക് കയ്യിൽ വെക്കാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുന്നു, എനിക്ക് നിന്നെ പറ്റിച്ച പോലെ തോന്നി, ഇന്നാ മോനെ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു. അത്ഭുതം സംഭവിച്ചു. എന്ത് ചിന്തിക്കും നിങ്ങളാണെങ്കിൽ? ഞാൻ പോകുന്ന വഴി ശരിയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ നോക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വേറെന്തോ തോന്നുന്നു, ഞാനെന്തോ തെറ്റായിട്ട് പറഞ്ഞോ നിങ്ങളുടെ അടുത്ത്? ഒന്ന് വാതുറക്കാമോ? ഞാൻ പോകുന്ന വഴി ശരിയെന്നാണോ ചിന്തിക്കും, അല്ലെങ്കിൽ തെറ്റെന്നാണോ ചിന്തിക്കും? എനിക്ക് അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്, ഞാൻ പോകുന്ന വഴി ശരിയാണ്. ഇനി മേലാൽ ഈ വഴിയിൽ നിന്ന് ആരും എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
മാറ്റുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു ഉറച്ച തീരുമാനം അങ്ങോട്ട് ഞാൻ എടുത്തു. ഇനി ഞാൻ ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ചത്താലും ചാകുന്നല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞതും എന്നെ വിധി എഴുതി പിശാച്. ഇനി ഒരു വെള്ളിയാഴ്ചയുണ്ട്. ഈ ഒരു വെള്ളിയാഴ്ച ഇവർ പറഞ്ഞ്, മോനെ നിനക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, നീ വന്ന് ഇനി നിന്റെ ഉള്ളിൽ ദേവി ഉണ്ട്, അതുകൊണ്ട് നീ വലിയ ആളായിത്തീരും, ഇനി നീ ഇങ്ങനെ ഇരിക്കത്തില്ല, നിന്റെ വേഷമെല്ലാം മാറുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ വേഷമെല്ലാം മാറിക്കൊണ്ടുവരിക ഓരോരോ ദിവസം. ഇത് ഉള്ളിൽ കയറിയ പിന്നെ ശരിക്കും അത് ഉള്ളവർക്ക് അറിയാൻ കേട്ടോ, അത് ഉള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാം. അതുപോലെ ഞാനും ഇരുന്നത്. കാരണം നമ്മുടെ യേശുവിനെ കുറിച്ച് ഇന്ന് എനിക്ക് പറയുവാൻ അങ്ങനെ കോരിത്തെറിക്കുന്നു. അവൻ കോമള രൂപനും സുന്ദരനുമാണ്. ഇന്ന് നമ്മളൊക്കെ ഒരു മനുഷ്യരായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് വെച്ചാൽ അതിന് കാരണം എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ പോലെ ഇന്ന് 4 പേർ നമ്മളെയും ഒരു മനുഷ്യനാന്ന് വിശ്വസിച്ച് ഇവിടെ കയറ്റി ഇരുത്തണമെങ്കിൽ എൻ്റെ യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവം. എൻ്റെ യേശുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ ആമേൻ മടിക്കരുത് ദൈവമക്കളെ. കാരണം ജീവനെ കൊടുപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പാവബോധം വരുത്തി നമുക്ക് ജീവനെ കൊടുപ്പാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഒരു പാവബോധവുമില്ലാതെ പച്ചവെള്ളം കുടിക്കുന്ന പോലെ കുടിച്ച് എൻ്റെ ഇഷ്ടത്തിന് താൻ തോന്നിയാൽ നടന്ന ഞാനാണ്, ആർക്കും കൊള്ളാത്തവനായി. ഇത് കയറി വന്നപ്പോൾ എൻ്റെ സ്വഭാവമെല്ലാം മാറി. ഞാൻ ആരെയും എന്തും മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ തുടങ്ങി. എന്നെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ചു. എന്നെ സ്നേഹത്തോട് ബാലസുബ്രഹ്മണി എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരുന്നവർ എൻ്റെ വീട്ടിൽ ആരും വന്നില്ല. എന്നെ കണ്ടപ്പോൾ അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ അവർ എന്നെ കാണുമ്പോൾ മാറിപ്പോകാൻ തുടങ്ങി. കാരണം ഞാൻ ഇവിടെ നിന്ന് പ്രവചിക്കുക, അവർ ചുമ്മാ പോകുന്നവരെല്ലാം അവരെന്ത് ചെയ്തിട്ട് പോയി അതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിൽ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് ആൾക്കാർ ഈ കൽപ്പന കേൾക്കാൻ വേണ്ടി. പക്ഷെ ഇതൊക്കെ പോട്ടെ, ഈ 7ാമത്തെ വെള്ളിയാഴ്ച ആയല്ലോ. ഈ 7ാമത്തെ വെള്ളിയാഴ്ച ആണല്ലോ എനിക്ക് വലിയൊരു നിധി കെട്ടാൻ പോകുന്നത്. അതിനാണല്ലോ ഞാനും കാത്തിരിക്കുന്നത്. 7ാമത്തെ വെള്ളിയാഴ്ച ഞാൻ എന്ത് ചെയ്തു, രാത്രി കിടന്ന എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം 7ാമത്തെ വെള്ളിയാഴ്ച എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടാൻ പോവുക. എൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും, എനിക്ക് അത്ഭുതം സംഭവിക്കും എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് വെച്ചെന്ന് വെച്ചാൽ 7ാമത്തെ വെള്ളിയാഴ്ചയായി. 7ാമത്തെ വെള്ളിയാഴ്ചയായപ്പോൾ ഈ ആൻറ്റി എന്നെ ഈ കൽപ്പന പറഞ്ഞ ഈ ആൻറ്റി ഇല്ലേ, ഇവരെൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ 2 പേരും ചേർന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം ആ മന്ത്രങ്ങളെല്ലാം എനിക്ക് ചൊല്ലിത്തന്നു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവർ പ്രവചിച്ച് നീ ഇങ്ങനെയാകും, നിന്നെ ഞാൻ ഇങ്ങനെയായി മാറ്റും എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞ് ആ വിഷയത്തെ എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞാൻ ശരിക്കും അതേപോലെ ഞാൻ മാറിയേച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവരെൻ്റെ മേത്ത് കൈ വെക്കുമ്പോഴെല്ലാം ഭയങ്കര മണം എന്ന് വെച്ചാൽ അതുപോലെ പെർഫ്യൂം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇതുവരെയും എൻ്റെ മണത്തിൽ ഞാൻ അതുപോലെ പെർഫ്യൂം കണ്ടിട്ടില്ല. അത് എൻ്റെ മേത്ത് വരുമ്പോഴുള്ള ആ മണം, അത്ര മണമുള്ള പെർഫ്യൂം ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കും എൻ്റെ മേത്ത് വരുമ്പോൾ, പിന്നെ കാണത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 7ാമത്തെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഈ 7ാമത്തെ വെള്ളിയാഴ്ചയുടെ അതിൻ്റെ തലേദിവസം വ്യാഴാഴ്ച എൻ്റെ 2ാമത്തെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്നേച്ച് ഇവളെന്തോ പിണങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ. പിണങ്ങിയിട്ട് അവിടെ വന്നാൽ ഇവൾ പ്രാർത്ഥന എന്ത് ചെയ്യത്തില്ല, വിടുകയില്ല. എൻ്റെ വീട്ടിൽ ഒരു മൂലയ്ക്ക് ഇരുന്ന് തലയെ തുണിയിട്ടേച്ച് ഇവളിരുന്ന് എന്തൊക്കെയോ പറയും. ഞാനിതെന്തായി കാണിക്കുന്നത്, വീട്ടിലകത്ത് തലയിൽ തുണിയിട്ടേച്ച് എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞാൽ അവരെ പരിഹസിച്ചാലും അവൾ ആരെയും തിരിഞ്ഞു നോക്കാതെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ്, വ്യാഴാഴ്ചയാണ്, പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എൻ്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞ്, ബാലസുബ്രഹ്മണി നീ പോകുന്നത് ശരിയല്ല, കാരണം നീ തെറ്റായ വഴി കൂടെ സഞ്ചരിക്കുന്നുണ്ട്, നീ പോകുന്നത് ശരിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കോരിത്തെറിച്ചു. എനിക്ക് ഇവളെ എന്ത് പറയും, എന്നെക്കാട്ടിൽ മൂത്തു പോയില്ലേ, എന്നെക്കാട്ടിൽ വലുതായില്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് നിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് നിന്നെ കണ്ടില്ലേ എങ്ങനെയാക്കി വച്ചേക്കുന്നു, കയ്യിലും കഴുത്തിലും ഒന്നുമില്ലാതെ നീ ഇങ്ങനെ നിൽക്കുന്നു, ഇതാണോ നിന്റെ ദൈവം, മര്യാദയ്ക്ക് നിന്റെ ദൈവത്തെ കൊണ്ട് പൊക്കോടി എന്ന് ഞാൻ പറഞ്ഞു. ഇവളെൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വാക്ക് പറഞ്ഞു, എടാ അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ നീ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുന്ന നീ ഒന്ന് കാണുവിടാന്ന് പറഞ്ഞു. വിരൽ ചൂണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു.
എനിക്ക് എന്ത് ചെയ്യണമെന്നേ എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ തപ്പുകയാണ്, വല്ലതും കിട്ടുമോ, വല്ല അടിക്കണമെന്ന് പറഞ്ഞ്. അവളെന്ത് ചെയ്തു, ഇത് പറഞ്ഞിട്ട് മിണ്ടാതെ കൂളായിട്ട് ബസ് കയറി അവളുടെ വീട്ടിൽ പോയി. ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, എൻ്റെ ഹൃദയത്തെ അങ്ങ് തറച്ച് കയറി. ഇവളെന്തിനാ എന്നെ നോക്കി ഈ വാക്ക് പറഞ്ഞത്? ഞാൻ ആരാന്നുള്ളത് അവൾക്ക് മനസ്സിലായില്ല. ഞാൻ ആരുടെയാണ്, ഞാൻ എങ്ങനത്തെ ഒരു വ്യക്തിയാണ്, എന്നെക്കുറിച്ച് അവൾക്ക് മനസ്സിലാകാതെ ഞാൻ ബൈബിൾ എടുക്കുമെന്നാണ് അവൾ പറഞ്ഞിട്ട് പോകുന്നത് എന്നും പറഞ്ഞ് എനിക്ക് ഭയങ്കര കലിപ്പും ഭയങ്കര ദേഷ്യവും എൻ്റെ ഉള്ളിൽ വരിക. ഞാനെന്ത് ചെയ്തു, ഈ വിഷയം എൻ്റെ ഉള്ളിൽ മാറുന്നില്ല കേട്ടോ. പിന്നെ ഞാനെന്ത് ചെയ്തു, അങ്ങ് വിട്ട്. അവൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നടാ, നിന്നെ ദൈവം തൊടും, നിന്നെ പെട്ടെന്ന് ദൈവം തൊട്ടിരിക്കും, നീ നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ഇവൾ ഇറങ്ങിപ്പോയില്ലേ. അപ്പം തൊട്ട് എനിക്ക് പേടിയായി. ആ പേടി ഒരു വശത്ത് ഇരിക്കട്ടെ. 7ാമത്തെ വെള്ളിയാഴ്ച വന്നു. വെള്ളിയാഴ്ച ആയി. ഞാൻ രാവിലെ പൂജപാത്രവും എല്ലാം കയ്യിലെടുത്തോണ്ട് ഞാൻ എന്ത് ചെയ്തു, പൂജയ്ക്ക് പോയിരിക്കുക. അപ്പോൾ ഈ ആൻറ്റി എന്ത് ചെയ്തു, രാവിലെ ഓടി വന്നിട്ട്, എടാ മോനെ, ഞാനൊരു കാര്യം പറയാം. ഈ 7ാമത്തെ വെള്ളിയാഴ്ച നീ പൂജിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ നീ മുന്നിൽ കയറിപ്പോയോ അതേപോലെ എന്ത് ചെയ്യണം, ബാക്ക് വാഷ് തിരിഞ്ഞു കാണിക്കാതെ നീ അങ്ങനെ തന്നെ എന്ത് ചെയ്തേക്കണം, ഇറങ്ങി വന്നേക്കണം എന്നോട് നല്ലപോലെ എൻ്റെ ചെവിക്കകത്ത് തത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൊടുത്തു. ഞാനിത് മനസ്സിൽ വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്തു, പോയി കയറി ചെന്ന് ഞാൻ എന്ത് ചെയ്തു, പൂജയെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെ തിരിഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല. ആരോ എന്നെ കുത്തിക്കറക്കിയ പോലെ ഞാനിങ്ങനെ ബാക്ക് വശം കാണിച്ച് തിരിഞ്ഞതും എൻ്റെ മുതുകിൽ ഒറ്റ അടി, ആഞ്ഞൊരടി കിട്ടുന്ന പോലെ ഇങ്ങനെ എനിക്ക് തോന്നുകയും, ഞാൻ ഇവിടെ നിന്ന് അത്രയും ദൂരം ഇങ്ങനെ സ്വിമ്മിങ്ങിലൊക്കെ ഇങ്ങനെ പോകത്തില്ലേ, അതേപോലെ ഞാനിങ്ങനെ പോകുന്നതൊക്കെ എനിക്കറിയാം. പോയി അവിടെ വീഴുന്നവരെ എനിക്കറിയാം, പിന്നീട് എനിക്കറിയത്തില്ല ഒന്നും. ഞാൻ അവിടെ വീണ് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചതെല്ലാം എൻ്റെ സഹോദരിയും എനിക്ക് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ശുശ്രൂഷിച്ച ഡോക്ടർ വിശ്വാസ്, അതുപോലെ അവിടെ ഇരിക്കുന്ന നേഴ്സ്, ആ നാട്ടുകാർ, അവരെല്ലാം പറഞ്ഞ പിന്നെയാണ് എനിക്ക് ബോധം വന്ന് ഞാൻ ഈ വേദപുസ്തകം കയ്യിലെടുത്തത്. സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം. ഞാൻ അവിടെ പോയി വീണേച്ച് ഞാൻ മിക്കവാറും ഒരു 5 മണിക്കൊക്കെ ഞാൻ വീണ ഞാൻ 8-8:30 വരെ ഞാൻ അവിടെ തന്നെ കിടന്നേക്കുന്നു. അത് കഴിഞ്ഞേച്ച് ഞാൻ എന്ത് ചെയ്തു, എണീറ്റ് എൻ്റെ വസ്ത്രമെല്ലാം മണ്ണും ഇതായിട്ടിരിക്കുക, എല്ലാം മണ്ണ് ചെളിയായി പോയി, എല്ലാം ചെളി പുരണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ അമ്പലത്തിൻ്റെ പടിക്ക് ഞാൻ ഇറങ്ങി വരുമ്പോൾ ആൾക്കാരെല്ലാം ജോലിക്ക് പോകുന്ന സമയമല്ലേ, ഇവരെല്ലാം കണ്ടേച്ച് എന്ത് ചെയ്തു, ആ രാജണ്ണനും വെള്ളമടിക്കാൻ തുടങ്ങി, ഇളയമോനും വെള്ളമടിക്കാൻ തുടങ്ങി, ഇവനും വെള്ളമടിച്ചേച്ച് അമ്പലമെല്ലാം കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ഇവരെല്ലാം പറഞ്ഞ് പരിഹസിക്കുക. കാരണം ആർക്കും തന്നെ ഈ രഹസ്യം വെളിയിൽ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. എൻ്റെ പെങ്ങൾക്ക് അറിയാം, എൻ്റെ അനിയന് അറിയാം, പക്ഷെ അവർ വെളിയിൽ മിണ്ടുന്നില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് നേരെ ഇറങ്ങി. എനിക്ക് സ്വബോധം ഇല്ല കേട്ടോ. ഞാൻ ഇറങ്ങി വന്നതല്ല, അവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ നേരെ ഇറങ്ങി വന്നിട്ട് തൊട്ടടുത്ത് ലൈൻ വീട്ടിൽ പോയി ഒരു കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ സോമൻ പറഞ്ഞു അവരുടെ വീട്ടിൽ പോയി അവർക്ക് എല്ലാവരും കൊടുത്തിട്ട് അവർ ചോദിക്കുന്നത്, എന്തോടാ പുലർച്ചയ്ക്ക് വന്ന് മുട്ടായി തരുന്നത്, എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോവാന്ന് മാത്രം ഇങ്ങനെ പറയുന്നത്, എവിടെ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ നേരെ എൻ്റെ വീട്ടിൽ വന്നേച്ച് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അനീച്ചാരോട് പറഞ്ഞു, എടാ നീ വെളിയിലൊന്നിരിക്കും, വീടൊക്കെ ഒന്ന് ആൾട്രേഷൻ ചെയ്യണം, നീറ്റാക്കണം, നീ വെളിയിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പശുവിനെ കെട്ടുന്ന ആ കയറ് കയ്യിലെടുത്തിട്ട് ഞാൻ ഉള്ളി വരുന്നു. അവൻ പറഞ്ഞു, ഇതെന്തിനാടാ പശുവിനെ കെട്ടുന്ന കയറ് കയ്യിൽ വെച്ചേക്കുന്നത്, അതെല്ലാം ചാണകമാണ്, അത് കഴുകാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നു, പോ എന്ന് പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തു, ഈ സിനിമ അന്നൊക്കെ ഈ ശബ്ദരേഖയാണല്ലോ, ആ കാസറ്റ് ഇട്ട്, ചിത്രം എന്ന് പറഞ്ഞ സിനിമയുടെ കാസറ്റ് ഇട്ട് ആ സ്പീക്കർ ബോക്സ് എടുത്ത് ജനലിൽ വെച്ചിട്ട് ഇവൻ വെളിയിൽ പോയിരുന്ന് കഥ കേട്ടോണ്ടിരിക്കുക. ഞാൻ ഉള്ളിലും പുറകെ കഥ കടച്ചു, എല്ലാ ചുറ്റിലും ഞാൻ കഥ കടച്ചു. അപ്പം ഇവനോർത്ത് കഥ കടച്ചിട്ടാണല്ലോ ഉള്ളിൽ ജോലിയെല്ലാം ചെയ്യുന്നത്, അതായിരിക്കും എന്നോർത്ത് ഇവൻ വെളിയിലിരിക്കുക. ഞാൻ എന്ത് ചെയ്തു, കഥകളെല്ലാം അടച്ചിട്ട് ശരിക്കും ഒരു കാസറ്റ് ഒരു സൈഡ് ഓടിത്തീരാൻ 3/4 മണിക്കൂർ എടുക്കും. ഒരു 15-20 മിനിറ്റ് പോലും ആയില്ല ആ കാസറ്റ്, അങ്ങനെ പുതിയ കാസറ്റ് കറണ്ടുണ്ട്, അങ്ങനെ തന്നെ ഓഫായതും ഇവൻ ഓടി വന്ന് കതക് തട്ടിയിട്ട്, എടാ ബാലസുബ്രഹ്മണി കതക് തുറക്ക് എന്ന് പറഞ്ഞാൽ കതക് തുറക്കുന്നില്ല. ഇവൻ മുന്നിൽ കതക് തുറന്നു നോക്കി, പുറകെ കതക് തുറക്കുന്നില്ല. എന്നാൽ കല്ലെടുത്ത് ജനല പൊട്ടിച്ച് ഉള്ളിൽ വന്ന് നോക്കിയാ എൻ്റെ നടു റൂമിൽ എന്ത് ചെയ്തു, വലിയ പണ്ടത്തെ ഈ ബ്രിട്ടീഷുകാരുടെ കെട്ടിടവും അതൊക്കെ ലൈൻ വീടുകളൊക്കെ, അതിൽ ആ മേളിൽ എന്നാ പറയും അതിന്,
എന്തോ ഉത്തരത്തിൽ ഞാൻ കയറിൽ തൂങ്ങിക്കിടക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഒരു മനുഷ്യൻ തൂങ്ങണമെങ്കിൽ ഒന്നോ സ്റ്റൂളോ എന്തെങ്കിലും ഒന്ന് വേണം. ഒന്നുമില്ല, ഞാനിവിടെ തൂങ്ങിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ മേളിൽ കയറിയെന്ന് ആർക്കും പിടിയില്ല. ഇവരെന്ത് ചെയ്തു? ഓടി വന്നിട്ട്, അയ്യോ ഇവൻ പേടിച്ച് എന്നെ കണ്ടപ്പോൾ, കാരണം നാവെല്ലാം ഇവിടെ വന്നിട്ട് നാവിൽ കൂടെ ഇങ്ങനെ ചോര ഇറ്റിട്ട് വീഴുന്നു. ഞാൻ എൻ്റെ 2 കൈയും കൊണ്ട് ഇവിടെയൊക്കെ അള്ളി മാന്തിയതെല്ലാം രക്തത്തിൽ ഇങ്ങനെ കിടക്കുക. ഇവനിത് കണ്ടിട്ട് വെളിയിൽ ഓടിപ്പോയി ഇവൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വിളിച്ചിട്ട് വന്നിട്ട് ഒരു കോണി എടുത്തു വെച്ച് അതിൽ കയറ് മുറിച്ച് ഇവൻ താഴെ ഇട്ടിട്ട് തൊട്ടടുത്ത് ഡിസ്പെൻസറിയിൽ ഇരിക്കുന്ന നർസിനെ വിളിച്ചിട്ട് ഇവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പൾസ് പിടിച്ച് നോക്കിയിട്ട് ജീവൻ പോയിട്ട് 10 മിനിറ്റ് ആയി, ജീവനില്ല. ആരോടും തൂങ്ങി മരിച്ചു എന്ന് എന്ത് ചെയ്യരുത്, പറയരുത്. പോയി ജില്ലാശുപത്രി എത്തിപ്പിച്ചേരെ, GH കൊണ്ട് എത്തിപ്പിച്ചേരെന്ന് പറഞ്ഞു. ഡോക്ടർ വിശ്വാസ് എൻ്റെ ഫാമിലിക്ക് വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കേസ് എടുത്തോളാം, നിങ്ങൾ മുന്നിൽ കൊണ്ടുവയ്ക്കോ, പുറകെ ഞാൻ വരാമെന്ന് പറഞ്ഞ് പുറകെ നാട്ടുകാരെല്ലാവരും ഉണ്ട്. ഞാൻ മുന്നിൽ എന്നെ കൊണ്ടുപോയി അവർ ആശുപത്രി എത്തിച്ചപ്പോൾ ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല, തരികയില്ല, നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്തേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ അവിടെ വെച്ച് സ്ട്രെച്ചറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഫോൺ ചെയ്തപ്പോൾ എല്ലാവരും വന്നു. എൻ്റെ 2ാമത്തെ പെങ്ങളുണ്ടല്ലോ, അവൾക്ക് ഫോൺ ചെയ്തതും അവൾ എവിടെ പോയാലും പ്രാർത്ഥിക്കാതെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. അത്ര നല്ലൊരു പ്രാർത്ഥനക്കാരിയാണ്, നിങ്ങളെപ്പോലെ തന്നെ. ഹല്ലേലൂയ, നല്ലൊരു പ്രാർത്ഥനക്കാരി. എവിടെ കണ്ടാലും ദൈവത്തിന് ഭയങ്കര പോരാട്ടം വീട്ടിൽ. അയാളാണെങ്കിൽ ഹിന്ദു BJP-കാരനാണ്. അയാൾ ഒരു തല്ലിപ്പൊളി, എപ്പോൾ നോക്കിയാലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാ. ആ പ്രശ്നത്തിന്റെ മധ്യയാണ് കർത്താവിനെ വിളിക്കുന്നത്. ഒരിക്കലും കർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല. ആ കർത്താവും അവളെ ഉപേക്ഷിച്ചില്ല. കർത്താവ് എല്ലാം അവളോട് കൂടെ ഇരുന്നു. അവളോട് പോയി ഈ ന്യൂസ് കിട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്തു? തേയിലത്തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെല്ലാം വലിച്ചെറിഞ്ഞേച്ച് ഇവൾ ഓടി വീട്ടിൽ വന്ന് ആമേ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഈ ആശുപത്രി വരുന്നതിന് മുന്നേ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ തൊട്ടടുത്ത് വീട്ടുകാർ സംസാരിക്കാൻ തുടങ്ങി എന്നല്ല പറഞ്ഞത്, ദൈവം സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ യേശു സംസാരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ യേശു നിങ്ങളെ പുറന്തള്ളാത്ത, നിരസിച്ച് കഴിയാത്ത, നിങ്ങളെ ഒരിക്കലും വേണ്ടെന്ന് തള്ളിക്കളയാത്ത യേശു സംസാരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇവൾ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവളോട് സംസാരിക്കാൻ തുടങ്ങി. മർക്കോസ് എഴുതിയ സുവിശേഷ പുസ്തകം 16:17 വാക്യം ഒന്ന് വായിക്കാം. മർക്കോസ് 16:17. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വായിച്ചാട്ടെ. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കഴിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവെക്കും, അവർക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവളോട് ഈ വാക്ക് ദൈവം സംസാരിക്കുകയാണ്. 8ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ബൈബിളൊന്നും നേരെ വായിക്കാൻ അറിയത്തില്ല, ഒരു ക്വാളിഫൈഡും ഇല്ല. കാണാനൊന്നും വലിയ സുന്ദരിയൊന്നും അല്ല, എന്നെ പോലെ തന്നെ ഒന്നിനും കൊള്ളത്തില്ല. പക്ഷേ ഉള്ളിൽ യേശു ഉണ്ടായിരുന്നു. എൻ്റെ ജീവനുള്ള ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ല. തള്ളിക്കളയാത്ത പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടായിരുന്നു. ആ ദൈവം സംസാരിച്ചു. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. നീ വിശ്വസിച്ചാൽ നിന്നെ കൊണ്ട് തന്നെ, നീയല്ലെന്ന് പ്രാർത്ഥിച്ചത്, നീ ബൈബിൾ എടുക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴേ ഞാൻ അവന്റെ മേൽ എൻ്റെ ദൃഷ്ടി വച്ചു. നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ, നിങ്ങൾ പേര് ചൊല്ലി എപ്പോൾ പ്രാർത്ഥിച്ചോ, അപ്പോഴേ കർത്താവ് അവരുടെ മേൽ ദൃഷ്ടി വെച്ച് കഴിഞ്ഞു. നിങ്ങൾ ഒരിക്കലും കലങ്ങി പോകരുത്. നിങ്ങൾ ഒരിക്കലും ഭ്രമിച്ച് നോക്കരുത്. ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം, നമ്മോട് സംസാരിക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഹല്ലേലൂയ ചൊല്ലി കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്ന സമ്മാനം ഇതേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന ഇതേ ഉള്ളൂ.
നിങ്ങൾ വീട്ടിൽ പോയി കൈ കെട്ടിയിരുന്നോ? പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ കരമുയർത്തി ഒന്ന് ഹല്ലേലൂയ മാത്രം പറയും. നിങ്ങളുടെ കുടുംബത്തിലെ വേദനകൾ മാറും, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം മാറും. യേശു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വന്നിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവളോട് ദൈവം പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. നിന്നെ കൊണ്ട് തന്നെ ഞാൻ അത്ഭുതം ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ സഹോദരിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ഏതാണ്ട് 2 മാസം എങ്ങാണ്ട് ചർച്ചിലേ പോയേക്കുന്നത്, അത് അറിയാതെ പോകുന്നത്. ബൈബിളൊന്നും വായിച്ച് തീർന്നിട്ടില്ല, വായിക്കാനേ അറിയത്തില്ല, ഇപ്പോഴാണ് എങ്ങാണ്ട് തുടങ്ങുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ധനമോ സൗന്ദര്യമോ എൻ്റെ സമ്പത്തോ എൻ്റെ പഠിത്തമോ എന്നിലുള്ളതോ ഇല്ലയോ, അതല്ല, നുറുങ്ങിയ ഹൃദയം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ യേശു വൻ കാര്യത്തെ ഈ വൈകവേളയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വൻ കാര്യത്തെ യേശുവിന് ചെയ്യുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവൾ പറഞ്ഞു, കർത്താവേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ പോകാമേ എന്നും പറഞ്ഞില്ല. എന്ത് ചെയ്തു? ഇവളും ഇവിടെ ഭർത്താവും ജീപ്പിൽ കയറി ഇവിടെ ആശുപത്രി വന്നു. എന്നെ സ്ട്രെച്ചറിൽ വച്ചിരിക്കുക. വച്ചിട്ട് CM വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇവളെ കണ്ടതിന് ശേഷം മോർച്ചറി കൊണ്ട് കയറ്റാമെന്ന് പറഞ്ഞ് വരിയിരിക്കുക. അതിന് മുന്നേ 2 ശരീരം അവിടെ കിടപ്പുണ്ട്, അവരവിടെ കിടപ്പുണ്ട്. എന്നെ കൊണ്ടുപോയി ഇവള് ആശുപത്രി വന്ന് ഇറങ്ങിയതും ആൾക്കൂട്ടം എല്ലാം ഇവളെ ശ്രദ്ധിച്ചു. കാരണം ഇവള് ഇങ്ങനെ മെലിഞ്ഞിട്ട് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. അതിങ്ങനെ മെലിഞ്ഞൊരു പാവം പിടിച്ച ഒരു പെണ്ണ, അത്രേ ഉള്ളൂ. കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയാൽ കിട്ടത്തില്ല, അങ്ങനത്തെ ഒരാളാണ്. ഇപ്പോ ഒന്നുമില്ലാത്ത ഈ ശരീരത്തിലും ആർക്കും വേണ്ടാത്തതുമായ ശരീരത്തിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ വിശ്വസിച്ചാൽ എൻ്റെ ജീവനുള്ള പരിശുദ്ധ ആത്മാവ്, എൻ്റെ ജീവനുള്ള കർത്താവ് നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിച്ച് വൻ കാര്യത്തെ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ വന്നിറങ്ങിയിട്ട് ഇവരെല്ലാവരും പറഞ്ഞ്, അയ്യോ ഈ സഹോദരി എങ്ങനെ നമ്മൾ ആശ്വസിപ്പിക്കും? കാരണം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും വീട്ടിൽ വന്ന് വസ്ത്രം അലക്കി തരുവാനും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം മരിച്ച് തരുവാനും ഇവളാണ് വരുന്നത്. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇവക്കാണെങ്കിൽ ഇല്ലാത്ത രോഗം ഒന്നുമില്ല, അങ്ങനത്തെയാണ്. ഈ സഹോദരി എന്ത് സമാധാനിപ്പിക്കും എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാം നോക്കുന്നുണ്ട്. ഈ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞൊക്കെ ഇവർ പറയുന്നതൊക്കെ ചെവി കേൾക്കുക. പക്ഷെ ഇവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു, അങ്ങയുടെ മുഖം നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ യേശുവിനെ മുഖം നോക്കാൻ വന്നിരിക്കുകയാണ്. മരിച്ച് ജീവിച്ച എന്നെ അല്ല, യേശുവിനെ നോക്കൂ. യേശുവിലാണ് രക്ഷയുള്ളത്, യേശുവിലാണ് പാപത്തിന് ക്ഷമയുള്ളത്, യേശുവിലാണ് കുടുംബത്തിൽ സമാധാനമുള്ളത്. ആ യേശുവാണത് തരുന്നത്. അവളോട് ദൈവം പറഞ്ഞു, എൻ്റെ മുഖം നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ഇപ്പോ നിന്നെ കൊണ്ട് ഞാൻ വൻകാര്യത്തെ ചെയ്യുമല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് തന്നെ വൈകുന്നേരമായി എന്നെ കൊണ്ടുപോയി മോർച്ചറിയിൽ ഇട്ടു. വീട്ടുകാരെല്ലാം പറഞ്ഞ് നാളെ രാവിലെ എസ്റ്റേറ്റിൽ നിന്ന് അവർ വണ്ടി തരും, അതുകൊണ്ട് ശവശരീരം എടുത്തേച്ച് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും പോകുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഈ സഹോദരിയും പോകുന്നുണ്ട്. പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ്, ആരത് ഇവരുടെ കൂടെ എന്തരുത്, പോകരുത്, അവിടെ നിൽക്കാൻ പറഞ്ഞു ദൈവം. ഇവളവിടെ നിന്നിട്ട് എൻ്റെ അപ്പച്ചനോട് പോയി പറഞ്ഞ്, അപ്പച്ചൻ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല, ഞാനിതിന് നേരെ ഇരിക്കുന്ന പ്രസവ വാർഡിൽ താമസിച്ച് അവന് വേണ്ടി എന്ത് ചെയ്യാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചനും അവളുടെ ഭർത്താവും പറഞ്ഞു, ഇവൾ യേശു എന്ന് വിളിച്ചിട്ട് ഇവക്ക് പ്രാന്തായി, ഇവളെ കൊണ്ട് ഓളം പറയിലും ഇവനെ കൊണ്ട് കുഴിയിലും ഇടാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവളുടെ ഹൃദയം തകർന്നപ്പോൾ ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? നിന്നെ കൊണ്ട് ഞാൻ അത്ഭുതം ചെയ്യും, നീ വിശ്വസിച്ചാൽ അത്ഭുതം കാണും. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ട് പറയുന്ന വിഷയം എന്താണെന്നറിയാമോ? നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, പോരാട്ടങ്ങൾ, നിന്റെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ടത്തിൽ നിന്ന് വിടുതൽ തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണാം. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ സംസാരിച്ചു, വീട്ടുകാരിങ്ങനെ പറഞ്ഞിട്ട്
ഇവളെന്ത് ചെയ്തു? അവിടെ പോകത്തില്ല എന്ന് പറഞ്ഞ് നേരെ പ്രസവ വാർഡിൽ പോയി താമസിച്ചു. പ്രസവ വാർഡിലിരുന്ന് രാത്രി എല്ലാം കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അടുത്തിരുന്ന അമ്മച്ചിമാരെല്ലാം പറഞ്ഞ്, മോളെ അവൻ ചത്തുപോയി, നിനക്ക് 2 മക്കളില്ലേ, നിന്റെ ശരീരമോ ഇങ്ങനെ ഇരിക്കും, നിനക്ക് വയ്യാത്തവളാണ്, ഒന്ന് കിടന്നുറങ്ങ് ദയവായിട്ട്. കാരണം എപ്പോ പിശാച് സംസാരിക്കുന്നോ ദയവായിട്ട് അവൻ സംസാരിക്കത്തുള്ളൂ. നമ്മളെ മുടക്കാൻ വേണ്ടി ദയവായിട്ട് അവനൊന്നും അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യാതെ ഒന്നും പറയത്തില്ല, ന്യായമായതേ സംസാരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. തിരിച്ചറിയാൻ നമുക്ക് കഴിവ് വേണം ദൈവമക്കളെ. ഹല്ലേലൂയ. നീ ഇന്ന് ഉറങ്ങിപ്പോയാൽ, ഇന്നത്തെ ദിവസം നീ വിട്ടുകഴിഞ്ഞാൽ വേറൊരിടത്ത് നിന്ന് രക്ഷ കടന്നു വരും. നിന്റെ കുടുംബത്തിൽ രക്ഷ വന്നിരിക്കുന്നു. നിന്നെ ഒന്ന് പുതുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുവന്നതാ. നീ വിട്ടുപോയ കൃപാവരങ്ങൾ, നീ ആമേൻ എല്ലാം ദൈവം തന്ന എല്ലാ കൃപാവരങ്ങളും ആമേൻ തട്ടിക്കളഞ്ഞിട്ട് ഇന്ന് വെറുതെ വന്നിരിക്കുകയല്ലേ. അതൊന്ന് പുതുക്കി എടുക്കാനാ. അത് കർത്താവ് ഒരിക്കലും തിരിച്ചെടുത്തിട്ടില്ല. പിശാചിന്റെ കയ്യിൽ കൊടുത്തത് എന്റെ ദൈവം തിരിച്ചെടുത്തില്ല. പിന്നെങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് ദൈവം തിരിച്ചെടുക്കും? ദൈവം കൊടുത്താൽ കൊടുത്തത് തന്നെ. ഹല്ലേലൂയ. ഇന്നൊന്ന് പുതുക്കി അത് മിനുക്കിക്കൊണ്ട് ആമേ എൻ്റെ കർത്താവിന് വേണ്ടി ആമേ നിങ്ങൾ പാർക്കുന്നിടത്ത് അനേകരെ രക്ഷയിൽ കടന്നു വരുത്തുവാൻ, അനേകരെ പാപത്തിൽ കിടക്കുന്നവരെ വലിച്ചെടുപ്പാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, പിന്നെ എന്നെ എടുത്ത് മോർച്ചറിയിലിട്ടു. ഇവള് മേളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ കാണുന്ന അമ്മമാരെല്ലാം പറയുന്നത്, നീ ഒന്ന് ഉറങ്ങിക്കോ. അന്നൊന്ന് ഉറങ്ങിയാൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുകയില്ല. അവൾ സാക്രിഫൈസ് ചെയ്തു, എന്നെ കിട്ടി. ഹല്ലേലൂയ. നിങ്ങൾ ഉറങ്ങിപ്പോയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന അത്ര വിലയേറിയതാണ്. നിങ്ങളുടെ വിശ്വാസം അത്ര വിലയേറിയതാണ്. ഇന്ന് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു നാഴികയിൽ നിങ്ങളും ഞാനും വന്നിരിക്കുന്നു. മനുഷ്യപുത്രന്റെ വരവ് ശീഘ്രം ആമേൻ വരുമ്പോൾ വിശ്വാസം, ഭൂമിയിന്മേൽ വിശ്വാസം കണ്ടെത്തുമോ? നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും അവിശ്വാസം എവിടെ പോയി മക്കളെ? അന്ന് നമുക്ക് ഉണ്ടായിരുന്ന തീഷ്ണത, അന്ന് നമുക്കുണ്ടായിരുന്ന വിശ്വാസം ഇന്ന് എവിടെ പോയി? അന്ന് ഇവിടെ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടുന്ന നമ്മൾ, ഇന്ന് ഇവിടെ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടുന്ന നമ്മൾ, ഇന്ന് ആര് വിളിച്ചിട്ടും നമുക്ക് ഉണർവില്ലല്ലോ, ആര് വിളിച്ചിട്ടും നമ്മൾ എടുക്കുന്നില്ലല്ലോ. എൻ്റെ യേശു നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഉണരുവിൻ, കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിൻ. കർത്താവ് നിങ്ങളെ കൊണ്ട് തന്നെ അത്ഭുത കാര്യങ്ങളെ വരുന്ന നാളുകളിൽ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ഇവൾ എന്ത് ചെയ്തു? രാത്രി എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇവൾ ഉറങ്ങിയില്ല. ആരെന്തു പറഞ്ഞിട്ട് ഇവൾക്ക് കേട്ടില്ല. ഇവൾ മിണ്ടാതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേന്ന് 10:30 മണിയായി. ഇവൾ അവിടെ നിന്ന് എണീറ്റ് ഓടി വന്നിട്ട് ഇവൾ മോർച്ചറിയുടെ വാതിക്ക് പോയി. ഡോക്ടർ വിശ്വാസം അവിടെ കടന്നു വന്നു. ഈ ബാക്കിയുള്ള 2 വയസ്സായവരായതുകൊണ്ട് ചെറിയ പയ്യൻ പറഞ്ഞ് എന്നെയാണ് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഡോക്ടർ വിശ്വാസ് എടുത്ത് വെള്ള വസ്ത്രം ഇട്ട് മൂടിക്കിടക്കുന്നത്. ഈ വസ്ത്രം ഇങ്ങോട്ട് നീക്കിയതുണ്ടല്ലോ, എൻ്റെ ഈ വിരൽ അനങ്ങുന്നതാണ് ഡോക്ടർ കണ്ടത്. ഹല്ലേലൂയ. ദൈവത്തെ കരങ്ങൾ അടിച്ച് ഒന്ന് മഹത്വപ്പെടുത്താം. യേശു ജീവിക്കുന്ന ദൈവം, യേശു ജീവനുള്ള ദൈവം. മരിച്ച ശവശരീരത്തെ ജീവനോട് എഴുന്നേൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ മരിച്ചിട്ടില്ല. നിന്റെ കുടുംബത്തിൽ പ്രശ്നത്തെ, നിന്റെ കുടുംബത്തിൽ ഉണ്ടായ എല്ലാ പൈശാചിക തന്ത്രങ്ങളെയും മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. എൻ്റെ യേശുവാൽ കൂടാത്തതൊന്നുമില്ല, എൻ്റെ യേശുവാൽ കഴിയാത്തതൊന്നുമില്ല. പരിശുദ്ധ ആത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് വൻകാര്യത്തെ ഈ പകൽക്കാലത്ത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ഈ കൈവിരൽ അനങ്ങുന്നതാണ് ഡോക്ടർ കണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് സാക്ഷ്യം പറയുമ്പോഴല്ല, കർത്താവേ ഒന്ന് ഡോക്ടറുടെ കണ്ണ് ഇതിലെ മാത്രം തിരിച്ചില്ല എങ്കിൽ ഞാൻ എവിടെ പോയേനെ? അല്ലേ? ഡോക്ടറുടെ ഹൃദയവും കർത്താവിനറിയാം. രാജാക്കന്മാരുടെ ഹൃദയം കർത്താവിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്നു. തൻ്റെ ഇഷ്ടപ്രകാരം അത് തിരിക്കും. ഈ പാപിയായ ഏഴയായ എനിക്ക് വേണ്ടി തിരിച്ചുവെങ്കിൽ ശ്രേഷ്ഠരായ നിങ്ങൾക്ക് വേണ്ടി തിരിക്കാത്തത് തിരിക്കാതിരിക്കും എൻ്റെ ദൈവം. വൻ കാര്യത്തെ ചെയ്യും എൻ്റെ ദൈവം. ഇവരെന്ത് ചെയ്തു? ഇത് അനങ്ങുന്നത് കണ്ടതും എൻ്റെ വീട്ടുകാരെല്ലാവരും വിളിച്ചിട്ട് എൻ്റെ അപ്പനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ജീവനുണ്ട്. ഇതെങ്ങനെ വന്നു ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നു
കാണുകയാണ്. എൻ്റെ അപ്പച്ചൻ വന്ന് കാണുകയാണ്. കാണുമ്പോൾ ഈ ജീവൻ വന്നത് എന്തായെന്ന് വെച്ചാൽ, ഈ ഷോക്ക് കൊടുത്ത പോലെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ എന്ത് പറയും, കൈയും കാലും ഇങ്ങനെ ആകാൻ തുടങ്ങി. ഷോക്ക് അടിച്ചാൽ എങ്ങനെയാകും? അതേപോലെ എൻ്റെ നാവ് കടിച്ച് രക്തം എന്ത് ചെയ്യുന്നു, തുപ്പിക്കൊണ്ടേയിരിക്കുന്നു, കണ്ടമാന രക്തം തുപ്പിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് പേടിയാകുന്നത് ഇതെന്തുവാ, എൻ്റെ മകൻ്റെ ശരീരം ഒന്നും അല്ല. കാരണം ഇത് ഇങ്ങനെ ഇരിക്കുന്നു, കാണാൻ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നാവ് ഇവിടെ കിടക്കുന്നു, ഇന്നലെ വെയിലത്ത് മുറിച്ചിട്ട ഇറച്ചി കഷ്ണം പോലെ ഇരിക്കുന്നു, ഉണങ്ങി ഇവിടെ കിടക്കുന്നു. അതിലൂടെ ചോരയും ഇങ്ങനെ ഒഴുകുവാണ്. എങ്ങനെ ഇരിക്കുമെന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ ഏത് ദൈവമെന്ന് വിശ്വസിച്ച് പോയോ അതേ രൂപം എൻ്റെ ഉള്ളിൽ വന്നു. എന്നെ ആർക്കും വേണ്ട, ആർക്കും എന്നെ ഇഷ്ടമില്ല. എന്നെ കണ്ട് എല്ലാവരും പേടിച്ചു ഓടുകയാണ്. എന്നാൽ എൻ്റെ യേശപ്പൻ എൻ്റെ ഉള്ളിൽ വന്നപ്പോഴല്ലോ എല്ലാവരും എൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കാൻ. യേശു മാത്രമേ ജീവിക്കുന്ന ദൈവം. നമ്മുടെ വേദനയിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ് യേശു മാത്രമേ ഉള്ളൂ. എന്നെ കണ്ടിട്ട് ആർക്കും വേണ്ട, എൻ്റെ അപ്പച്ചനും വേണ്ട. എൻ്റെ അപ്പച്ചൻ പേടിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുഞ്ഞല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല, നിങ്ങൾ മാറ്റി വച്ചിരിക്കുകയാണ്, ഇതെൻ്റെ കുഞ്ഞേ അല്ല എന്ന് പറഞ്ഞ് എൻ്റെ അപ്പന് പ്രാന്ത് പോലെ ആയിപ്പോയി. എൻ്റെ അപ്പച്ചനും ഇരുന്ന് കരയുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്ത് ചെയ്യും, കാരണം കോമോ സ്റ്റേജിൽ പോയി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഇഞ്ചക്ഷൻ അടിക്കാം, അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. കാരണം വതച്ചോണ്ടിരിക്കുകയാണ്. ഗ്ലൂക്കോസോ ഇഞ്ചക്ഷനോ ഒന്നുമേ കയറുന്നില്ല. ഇങ്ങനെ ഷോക്ക് കൊടുത്ത പോലെ ഇങ്ങനെ എണിക്കും താഴെ വീടും, എണിക്കും ചോര തുപ്പിക്കൊണ്ടേ, എവിടെ നിന്ന് ചോര വരുന്നു എന്നേ അറിയത്തില്ല, അത്രയ്ക്കും ചോര തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചനോട് ചോദിച്ചു, ഇത് ഇനി വലിയ ക്രിട്ടിക്കലായി പോയി, ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വലിയ ചിലവാകും, നിങ്ങളൊന്ന് സമ്മതിച്ചു കൊടുത്താൽ എല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ അപ്പച്ചൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റത്തില്ല, ഞാനേ എല്ലാം മുടിഞ്ഞിരിക്കുന്നു, ഈ കൊച്ചിന് ഇങ്ങനെ ആയിപ്പോയി, എല്ലാവർക്കും ഞങ്ങൾ എന്ത് ചെയ്തു, മരിച്ചു എന്നുള്ള വിഷയം എല്ലാവരോടും പറഞ്ഞു. ഇഞ്ചക്ഷൻ അടിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞു, തീർത്തേക്കാൻ പറഞ്ഞു. കാരണം ഇവരുടെ അനുവാദമില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവർ ചെയ്യത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾ എല്ലാവരുടെ ഒപ്പ് വേണം, ഒപ്പ് തരുവാണെങ്കിൽ, കാരണം 2 ദിവസം കൂടെ നമുക്ക് നോക്കാം, നോക്കിയിട്ട് വേണേ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ ഒപ്പിടാൻ വേണ്ടി എല്ലാവരും വരുന്നു. എല്ലാവരും വന്ന് ഒപ്പിട്ടച്ച് അവർ വെളിയിൽ പോകുന്നു. ലാസ്റ്റ് വരുന്ന ആരാന്നറിയാമോ, എൻ്റെ സഹോദരി. ഹല്ലേലൂയ. ദൈവാത്മാവ് പറഞ്ഞ്, നീ ഇതിൽ ഒപ്പിടരുത്, കാരണം ജീവനെ തന്നത് ഞാനാ. നീ വിശ്വസിക്കുവാണെങ്കിൽ അവനെ വൻകാര്യത്തെ ഞാൻ ചെയ്യും, നീ വിശ്വാസത്തിൽ മാത്രം പിന്മാറി പോകരുത്. ഹല്ലേലൂയ. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ, നിങ്ങൾ ഒരിക്കലും വിശ്വാസത്തിൽ ഇരുന്ന് പിന്മാറി പോകരുത്. യേശുവാണ് സത്യദൈവം, യേശുവിലാണ് രക്ഷ, യേശുവിൽ മാത്രമേ പാപത്തിന് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് യേശു മാത്രമേ ഉള്ളൂ. യേശുവെ കൂടാതെ രക്ഷ ഈ ലോകത്ത് എവിടെയും ഇല്ല. ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ ഏറ്റവരായാലും ഏൽക്കാത്തവരായാലും യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. ഹല്ലേലൂയ. യേശു മാത്രമാണ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി കൊടുത്തത്. ആരും കൊടുത്തിട്ടില്ല. നമ്മുടെ അപ്പൻ കൊടുത്തിട്ടില്ല, അമ്മ കൊടുത്തിട്ടില്ല, നമ്മുടെ കുടുംബത്തിലുള്ളവർ ആരും കൊടുത്തിട്ടില്ല. യേശു ജീവനെ കൊടുത്തു. ആ യേശുവിലാണ് രക്ഷ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഇവരെല്ലാവരും ഒപ്പിട്ടിട്ട് പോയി. എൻ്റെ സഹോദരി ഒപ്പിട്ടില്ല. അപ്പോൾ സഹോദരിയോട് ചോദിച്ചു, എന്താ ഒപ്പിടാഞ്ഞ്? അവൾ പറഞ്ഞു, ഈ ജീവനെ എൻ്റെ യേശുവാണ് തന്നത്, നിങ്ങൾ 2 ദിവസം മാത്രം എനിക്ക് അവകാശം തരണം, അതേ പിന്നെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എനിക്ക് 2 ദിവസം അവകാശം തരണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ ഈ സഹോദരിക്ക് മെൻ്റൽ പോലെ ആയി. കാരണം ഈ ക്രിട്ടിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആരിങ്ങനെയൊക്കെ സംസാരിക്കുമെന്നും പറഞ്ഞ് ഇവളെ പരിഹസിച്ചു. നീ ദൈവത്തിൽ വരുവാണെങ്കിൽ ലോകം നിന്നെ പരിഹസിക്കും, ലോകം നിന്നെ ഒരിക്കലും വിട്ടുവയ്ക്കുകയില്ല. കാരണം നീ നന്മ പ്രാപിക്കുമെന്ന് പിശാചിനെ അറിയാം, അവൻ എല്ലാ തന്ത്രങ്ങളും അറിയാം. ആ തന്ത്രത്തിന്റെ വലയിൽ നീ വീഴാതെ, അതിനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ കൊണ്ട് നിങ്ങളോട് സാക്ഷ്യം പറയിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ,
ഈ കയ്യൊപ്പിട്ടില്ല ഉപ്പിടാതെ ഇവള് പറഞ്ഞ് 2 ദിവസം അവകാശം ചോദിച്ചു. 2 ദിവസം ആർക്കും പ്രവേശനമില്ലാത്ത റൂമിൽ കൊണ്ടിട്ടു. ഇട്ടിട്ട് ഡോക്ടർ പറഞ്ഞു, മോളെ വെള്ളം മാത്രം കൊടുത്തേരെ, വെള്ളം മാത്രം വായിൽ എന്ത് ചെയ്യരുത്, ഒഴിക്കരുത്, നീ പ്രാർത്ഥിച്ചോ എന്ന് മാത്രം പറഞ്ഞു. കാരണം ഈ കറന്ന് മാത്രം സൗണ്ട് ഉണ്ട്. ഈ കഫം കയറിയാൽ എങ്ങനെ സൗണ്ട് വരും, അതുപോലെ ഒരു സൗണ്ട്. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി അതും പോകും, ഇവക്ക് വല്ലതും പറ്റുമല്ലോ എന്ന് ഓർത്താ ഇവർ പറഞ്ഞത്. ഇവളുടെ കയ്യിൽ ഇച്ചിരി വെള്ളം മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു വെള്ളം എന്ത് ചെയ്യരുത്, ഒഴിക്കരുത് എന്ന് പറഞ്ഞു. ഇവള് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് അവൻ്റെ വായിൽ എന്ത് ചെയ്ത് ഒഴിക്ക്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവം പറയുന്നതാണോ അധികം കേൾക്കുന്നത്, ഡോക്ടർമാർ പറയുന്നതാണോ? നിങ്ങളൊന്ന് വായ തുറന്ന് പറഞ്ഞേ, ഡോക്ടർമാർ പറയുന്നതാണോ നിങ്ങൾ കേൾക്കുന്നത്, ദൈവം പറയുന്നതാണോ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മളെപ്പോഴും ഇന്നും ഡോക്ടർ പറഞ്ഞത് ഓർത്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ആ രോഗമുണ്ടെന്ന് പറഞ്ഞു, ഈ രോഗമുണ്ടെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ പുതിയ സൃഷ്ടി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. പഴയതെല്ലാം നീങ്ങിപ്പോയി, എല്ലാം പുതിയതായി. പിന്നെ എവിടെയാ രോഗം? വരും, ഇല്ലാന്നല്ല, രോഗം വരത്തില്ല ഞാൻ പറയത്തില്ല. ഡോക്ടർ പറഞ്ഞത് വെച്ച് ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ഡോക്ടറുടെ ആ ചീട്ടിനെ, ആ ഡോക്ടർ എഴുതിയ വിധിയെ തിരിച്ച് മാറ്റി എഴുതുവാൻ എൻ്റെ കർത്താവിന് കഴിയും, നിങ്ങൾ വിശ്വസിച്ചാൽ. ഹല്ലേലൂയ. ഇപ്പോ ഇവർ പറഞ്ഞ് എന്തേ ഇങ്ങനെ ചെയ്യാത്തത് എന്നും പറഞ്ഞിട്ട് ഇവർ പലതും പറയുക ഇവളെ ഒപ്പിടാൻ വെക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എവിടെയാ സാക്ഷ്യം വിട്ടത്? വെള്ളം പ്രാർത്ഥിച്ച് വായിൽ ഒഴിക്കാൻ പറഞ്ഞു. ഇവൾ വെള്ളം പ്രാർത്ഥിച്ച് വായിൽ ഒഴിച്ചു. വായിൽ ഒഴിച്ചത് എന്തായി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാവെല്ലാം ഇവിടെ കിടന്നില്ലേ, ഈ കിടന്ന നാവ് എൻ്റെ കണ്ണെല്ലാം റെഡ് കളറിലായിരുന്നു. കണ്ണിലെല്ലാം ബ്ലഡ് കയറി, ഇവിടെ എല്ലാം ബ്ലഡ് കയറി റെഡ് കളറായിരിക്കുന്നു. ഈ നാവെല്ലാം ഇവിടെ കിടക്കുന്നു, തൂങ്ങിയതല്ലേ ഇവിടെ കിടക്കുന്നു. ഈ വെള്ളം കൊടുത്തതും ഈ നാവെല്ലാം ഉള്ളിൽ പോയി, ഈ കണ്ണിലിരിക്കുന്ന റെഡിഷ് എല്ലാം അങ്ങ് മാറി. പക്ഷെ സ്വബോധമില്ല കേട്ടോ, ഈ സ്വബോധമില്ലാതെ കിടക്കുന്നേ. അപ്പോൾ ഇവളെ എന്ത് ചെയ്തു, രണ്ടാമത്തെ ദിവസമായിട്ട് ഡോക്ടർ എന്നെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി വന്ന ഡോക്ടറാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആമേൻ, നിങ്ങൾ ചിന്തിക്കാത്ത അത്ഭുതം, ആമേൻ, നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യത്തെ എൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും. നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആരും പറഞ്ഞു തരാത്ത യേശു, ആമേ, സൗന്ദര്യം നോക്കിയല്ല എൻ്റെ അടുത്ത് വന്നത്, പണം നോക്കിയല്ല എൻ്റെ അടുത്ത് വന്നത്, ഒന്നുമില്ലാത്ത ശൂന്യമായി കിടന്ന് എൻ്റെ അടുത്ത് വന്ന ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ഇച്ചിരി വെള്ളം, ആ വെള്ളം പ്രാർത്ഥിച്ച് ഒഴിച്ചപ്പോഴേ ഇങ്ങനെ ഒരു മാറ്റമാണെങ്കിൽ, കർത്താവിന് വേണ്ടി സ്നാനപ്പെടുവാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേ, നിങ്ങളൊന്ന് സ്നാനപ്പെടുവാൻ നിങ്ങൾ ഏറ്റുപറഞ്ഞേ, കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സ്നാനപ്പെട്ട് ഈ ലോകത്ത്, ആമേ, ഒരു കർത്താവ് വെളിച്ചമായി ഞാൻ ജീവിക്കണം യേശുവേ. എൻ്റെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ, എൻ്റെ യേശുവിന് വേണ്ടി മരിച്ചാൽ, എൻ്റെ യേശുവിന് വേണ്ടി എന്ന് മാത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻ മാറ്റത്തെ പരിശുദ്ധ ആത്മാവ് കൊണ്ടുവരും. ഇത്രയും മാറ്റം വന്നു. ഡോക്ടർ വന്ന് ചോദിച്ചു, എന്നെ ഇഞ്ചക്ഷൻ അടിക്കാൻ വരികയാണ് ഡോക്ടർ വിശ്വാസ്. അവർ ചോദിച്ചു, നീ വെളിയിൽ നിന്ന് വല്ലതും വേറെ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവന്നോ, ഏതെങ്കിലും പൂജകൾ കർമ്മങ്ങൾ ചെയ്ത് കൊണ്ടുവന്നോ? കാരണം ഇങ്ങനെ സംഭവിക്കത്തില്ല. ഇത് 2ാമത്തെ വിഷയമാണ് ഈ ആശുപത്രി നടക്കുന്നത്, 2ാമത്തെ കേസാണിത്. ഇങ്ങനെ ഗുണമായ, ഇങ്ങനെ നന്നായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. നീ എന്തോ മന്ത്രം എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ല. ഇല്ലെങ്കിൽ എന്തോ സ്പെഷ്യലായിട്ട് നീ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇവൾ കണ്ണീരോടൊരു കാര്യം പറഞ്ഞു, എനിക്കുണ്ടായ സ്പെഷ്യൽ എൻ്റെ യേശുവാണ്. എൻ്റെ യേശു തൊട്ടു, അവൻ സൗഖ്യം വന്നു. യേശു തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യമാണ്. ഇന്ന് പകൽക്കാലം യേശു നിങ്ങളെ തൊടാൻ പോവുക. ഈ രാത്രികാലം യേശു നിങ്ങളെ തൊടാൻ പോവുക. ആമേൻ. ഒത്തിരി നാൾ യേശുവും ഞാനും സംസാരിച്ചിട്ട് ഒത്തിരി നാളായി, യേശുവിൻ്റെ കാര്യം ചെയ്തിട്ട് എനിക്ക് ഒത്തിരി നാളായി. ഇന്ന് ഞാനൊന്ന് പുതുങ്ങി മടങ്ങി, ആമേൻ, എൻ്റെ കർത്താവിൽ ഞാൻ വരും, എൻ്റെ യേശു എന്നെ തൊടുമെന്ന് എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട്? കർത്താവ് നിങ്ങളെ തൊടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എന്നെ ഒന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ്, ഇനി ജനറൽ വാർഡിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നെ ജനറൽ വാർഡ് കൊണ്ടുപോയി, ഞാൻ പെട്ടെന്ന് തീർക്കാം. ജനറൽ വാർഡിൽ കൊണ്ടുപോയി
3 മാസം എന്നെ ആശുപത്രി വെച്ചേച്ച് അതേപോലെ കിടക്കുക, ട്യൂബ് അവിടെ എവിടെയും കയറിയിരിക്കുന്നു. എൻ്റെ ചെവിയിൽ എപ്പോഴും വചനം പറയും, പ്രാർത്ഥിക്കും. വരുന്നവരെല്ലാം, കാണാൻ വരുന്നവരെല്ലാം ഇവള് ശവശരീരത്തെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഇവള് പറയും, ഇല്ല, ഞാൻ നടത്തി കൂട്ടിക്കൊണ്ടുവരും. ഹല്ലേലൂയ. അതേപോലെ 3 മാസം കഴിഞ്ഞ് എനിക്ക് ഓർമ്മ ഒന്നും വന്നിട്ടില്ല, എന്നെ നടത്തി ഇവള് കൊണ്ടുപോയിട്ട് എൻ്റെ വാതിക്ക് കയറുമ്പോൾ എന്നെ അമ്പലത്തിൽ വിളിച്ചോണ്ട് പോയില്ല ആൻറ്റി. അത് അവിടെ നിന്ന് ഓടി വരികയാണ്. വന്നിട്ട് എൻ്റെ വാതിൽ വന്ന് പറഞ്ഞു, ഞാൻ എങ്ങനെങ്കിലും ഇവനെ തട്ടിക്കൊണ്ടാ പോകാൻ നോക്കി, ഈ പ്രാർത്ഥിക്കുന്നവരുള്ളതുകൊണ്ട് എനിക്ക് ഈ പടിപ്പറയിൽ കയറാൻ പറ്റുന്നില്ല. നിന്റെ വീട് നശിക്കാത്തതിന് കാരണം നിന്റെ പ്രാർത്ഥന. എന്നോ ഒന്നുമില്ലാതെ പടിയടച്ച് പിണ്ണമയ്ക്കേണ്ടത് കഴിഞ്ഞു. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം ഇന്നും നീ ജീവിച്ചിരിക്കുന്നു. നീ പ്രാർത്ഥന ഒരിക്കലും വിടരുത്. എൻ്റെ യേശുവിനെ ഒരിക്കലും വിടരുത്. എൻ്റെ യേശുവിലൂടെയാണ് നിനക്ക് നന്മ. ഒന്നും അറിയില്ല, ചെറിയൊരു പ്രാർത്ഥനയാണ്, അതിനത്ര മഹത്വമുണ്ടെങ്കിൽ രാപ്പകൽ ദൈവസന്നിധി നോക്കി ആമേ കരഞ്ഞോണ്ടിരിക്കുന്ന എൻ്റെ ദൈവ പൈതലേ, നിന്നെ ദൈവം വെറുതെ വിടുമോ? ഒരിക്കലും ഇടുകയില്ല. നിന്റെ മക്കളെ ഒരിക്കലും ഇടുകയില്ല. നിന്റെ മക്കൾ വഴിപിടിച്ച് പോകുകയില്ല. അവർ പോയാലും എന്നെ യേശു പിടിച്ചോണ്ട് വരും. ഹല്ലേലൂയ. ഇങ്ങനെ അവരെന്ത് ചെയ്തു? എന്നെ 3 മാസം ആശുപത്രി വെച്ചിട്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ ഈ പിശാച് പറയുകയാണ്, ഈ ചേച്ചി, ഈ അമ്മയുടെ ഉള്ളിൽ നിന്ന് ഇവൾ ഉള്ള കൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റില്ല. ഇവിടെ വെക്കടി, 3 മാസത്തിനകം നിന്നെ അവനെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇവൾ എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവള് ഒരു വാക്കാണ് പറഞ്ഞത്, എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് അത് പറയാൻ പറ്റത്തില്ല. കാരണം നിന്നെ കൊണ്ട് ഈ തലയിൽ ഇരിക്കുന്നില്ല, ഈ രോമം പോലെ എന്ത് ചെയ്യത്തില്ല, എടുക്കുവാൻ പറ്റത്തില്ല. പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇവൾ ഉള്ളിൽ വന്നു. കാരണം അത്ര സങ്കടമായിപ്പോയി ഇവൾക്ക്. ഉള്ളിൽ കൊണ്ടുവന്ന് ഇവൾക്ക് പേടിയായിട്ട് ഞാൻ നിർത്താൻ പോവാണേ സാക്ഷ്യം. എന്നെ കോയമ്പത്തൂർ കൊണ്ടുപോയി. കാരണം അവിടെ പിശാച് വരത്തില്ല എന്ന് ഇവൾക്ക് ചിന്ത. എന്നെ കൊണ്ടുപോയി എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വിട്ടു. അവരൊരു ചെറിയ റൂം എടുത്ത് എന്നെ അടച്ചു വെച്ചിട്ട് ആ റൂമെല്ലാം ഇരുട്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ 2-3 കൈയോട് കാലോട് പോകും, ഓസ് വെച്ച് കഴുകിത്തരും. സ്വബോധമില്ലാതെ ഞാൻ കിടക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ, ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. രാത്രി ഒരു 12 മണി കാണും. ഞാൻ എങ്ങനെയാ പറയുന്നത്, ഞാൻ സ്വബോധമില്ലാതിരിക്കുക. രാത്രി 12 മണി കാണും. എൻ്റെ റൂമിൽ വെട്ടമില്ല, വെളിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നതെല്ലാം എനിക്ക് കാണാൻ പറ്റും. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നു, എൻ്റെ റൂമിൽ എന്തില്ല, വെട്ടമില്ല. ഞാൻ എവിടെയാ ഇരിക്കുന്നേ എന്നും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ എവിടെയാ ഇരിക്കുന്നേ എന്നും പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ആ വീട്ടിൻ്റെ ആ മൂലയില്ലേ, ആ റൂമിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ കിതച്ചോണ്ടൊരു സാധനം നിൽക്കുക. നീ എവിടെ പോയാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല എന്ന് പറഞ്ഞ ആ പിശാച് അങ്ങനെ നിൽക്കുന്ന അതിനെ നേരിട്ട് ഞാൻ കണ്ടു. ആദ്യം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ പെർഫ്യൂം മണം, അത്ര നല്ല മണം, വെളിനാട്ടിൽ പോലും കിട്ടത്തില്ല അങ്ങനത്തെ മണം. ഇപ്പോഴുണ്ടല്ലോ അത്ര ചീഞ്ഞ് പുഴുത്ത ഒരു നാറ്റം. അത് കണ്ടതും എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇത് കണ്ടതും യേശുവേ എന്ന് മാത്രം ഒരു വാക്ക് ഞാൻ എങ്ങനെ വിളിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ഈ പേര് പറഞ്ഞതുമേ പുഴുത്ത് ചീഞ്ഞ ഒരു നാറ്റമാണ് അവിടെ വരുന്നത്. അതിനെ കാണുമ്പോൾ ആമേ, ഇത് നാവും തുറച്ചിട്ടിട്ട് നീ എവിടെ പോയാൽ ഞാൻ നിന്നെ വിടത്തില്ല, നിന്നെ എനിക്ക് വേണമെന്ന് പറയുകയും ഞാൻ പറയുന്നു, യേശുവേ എന്നെ രക്ഷിക്കണേ, യേശുവേ എന്നെ രക്ഷിക്കണേ, യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് ബൈബിൾ അറിയത്തില്ല, യേശുവിനെ എനിക്ക് അറിയത്തില്ല. ഈ ഒറ്റ വാക്കാണ് ഞാൻ പറഞ്ഞത്, യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന്. ആ നിമിഷം തന്നെ ആമേൻ, വലിയൊരു ഇതുപോലത്തെ ഒരു ഓളോജൻ ബൾബിട്ടേക്കുന്ന പോലെ ഒരു വെട്ടം. പിശാചിനെ ധൈര്യമായിട്ട് നോക്കിയ ഞാൻ ഈ വെട്ടത്തിലേക്ക് എന്നെ കൊണ്ട് നോക്കാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ മുട്ടുകുത്തി അങ്ങനെ താഴെ വീണതും എൻ്റെ തല തൊട്ട് ആമേ അടി പറയും, എൻ്റെ അമ്മ തലോടുന്ന പോലെ എന്നെ തലോടി എൻ്റെ യേശപ്പൻ. എന്നെ എല്ലാം എനിക്ക് സുഖമായി. ഞാൻ എല്ലാത്തിൽ നിന്ന് എൻ്റെ പ്രാന്തെല്ലാം എന്നെ വിട്ട് മാറിപ്പോൾ ഞാൻ സാധാരണ ഒരു മനുഷ്യനായി മാറി. മോർച്ചറി കിടന്ന് പ്രാന്തായി പോയ
എന്നെ കൊണ്ടുവന്ന് ഇന്ന് ഇവിടെ നിർത്തിയെങ്കിൽ നിങ്ങളെ ദൈവം വൻ കാര്യത്തെ ചെയ്യിപ്പിക്കും. നിങ്ങളൊന്നും സാധാരണപ്പെട്ടവരല്ല, എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നിങ്ങളെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യുന്ന നാളുകളാണിത്. ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടുകൂടെ നിൽക്കാം. കർത്താവ് അത്ഭുതം ചെയ്തു, എല്ലാം ചെയ്ത് ഞാൻ തീർത്തേക്കാമേ. എല്ലാം ചെയ്ത് ഞങ്ങൾ കോയമ്പത്തൂർ പോയി. എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് ദൈവവിളിയുണ്ട്. എനിക്ക് അറിയത്തില്ല, എന്നോട് സംസാരിക്കാതെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 3 ദിവസം ജനങ്ങൾ ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ചിൽ പോയിട്ട് ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് വെച്ചിരിക്കുന്നത്. ആ ഫാസ്റ്റിങ്ങിൽ പ്രിയപ്പെട്ട ആൻറ്റി കടന്നു വന്നു, ലാലി ജോസ് ആൻറ്റി. ഈ ആൻറ്റി എന്നതിന് എന്നെ തലയിൽ കൈവച്ച്, എനിക്ക് ഇവരെ അറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല, എന്നെ നേരെ വന്ന് എൻ്റെ ഇവിടെ കൈ വച്ചിട്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ, എനിക്കന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു യോഗ്യതയുമില്ല, അങ്ങനെ ആയിപ്പോയി ശവം എല്ലാം. ഞാൻ 2-3 തവണ എൻ്റെ പോയിസൺ എല്ലാം കഴിച്ചിട്ട് എൻ്റെ ശരീരം മൊത്തം ശവശരീരമായി പോയി, ഇനി കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആൻറ്റി എൻ്റെ തോളത്ത് കൈവച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെല്ലാം പ്രവചിച്ച് പറഞ്ഞു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ആൻറ്റി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് ഒരിക്കലും നിങ്ങളുടെ വരങ്ങളെ എടുത്തു കളയത്തില്ല. ആമേൻ. ദൈവം ഇനിയും തീക്ഷ്ണതയോടുകൂടി നിൽപ്പാൻ, ആമേൻ, നിന്നാപാത്രമായ നിന്നെ ഞാൻ ഉയർത്തും. എന്നെ പോലെ ഞാൻ അവിടെ പോയി കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ അടുത്തെല്ലാം ദൈവം സംസാരിക്കുമോ? ദൈവം ക്രിസ്ത്യാനി അടുത്ത് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ അടുത്തെല്ലാം സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞ് നിർത്തുകയും എൻ്റെ തോളത്ത് കൈവയ്ക്കുകയും എൻ്റെ വിഷയമെല്ലാം പറഞ്ഞു. ഞാൻ നിനക്ക് 2 കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞ് എനിക്കിന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മൂത്ത മകൾക്ക് 18 വയസ്സായി, എൻ്റെ മകന് 16 വയസ്സായി. ആമേൻ. കർത്താവ് എന്നെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചു. ഇതുവരെയും സ്വന്തം വീട്ടിലില്ല, വാടക വീട്ടിലാണ് കഴിയുന്നത്. എങ്ങനെ വച്ചാലും എൻ്റെ കർത്താവാണ് എനിക്ക് ദൈവം. എന്നെ എങ്ങനെ ഉയർത്തിയാലും താഴ്ത്തിയാലും എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിച്ചു. അതേപോലെ ആമേ സമുദായത്തിൽ നിന്ന്, ഹൈന്ദവ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു പെണ്ണ് എനിക്ക് വേണ്ടി കാത്തിരുന്നു. അവളെ ഞാൻ കല്യാണം കഴിച്ചു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് ദൈവവേല ചെയ്യാണ് കൊഴിഞ്ഞാമ്പാറ പ്രദേശത്ത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ ഈ സാക്ഷ്യം പറയുവാൻ വിളിച്ച ദൈവദാസനും ആമേ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി വാക്ക് ചൊല്ലി ഞാൻ തീർക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ചേ. നിങ്ങൾ ആരെല്ലാം യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ, ആരെല്ലാം ഇന്ന് പുതിയതായിട്ട് കടന്നു വന്നുവോ, അവരെല്ലാം ഇന്ന് പ്രാർത്ഥനയിൽ പിന്മാറിപ്പോയി. ആമേ ദർശനം മങ്ങിക്കിടക്കുന്ന നിങ്ങൾ ഒന്ന് തലയിൽ കൈവച്ചേ. കർത്താവ് നിങ്ങളെ ഇന്ന് തൊടാൻ പോകുക. പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ആമേ നിങ്ങളെ കൊണ്ട് വൻകാര്യത്തെ ചെയ്യാൻ പോകുന്നു. ആമേൻ. ലോകം ഇരുണ്ടു വരുന്നു. യേശായാൽ പറഞ്ഞതുപോലെ ഇതോ ലോകം ആമേ കൂരിരുട്ടായി മൂടും. ആമേ ജനത്തെ ആമേ ഇരുട്ട് മൂടിക്കളയും. എന്നാൽ നിന്റെ മേൽ എൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കും. ആമേ നിന്റെ മേൽ കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമായി നിന്റെ ഉള്ളിൽ വരും. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണും നിന്നിലൂടെ. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, പാപിയായ എന്നോട് ഒന്ന് കരുണ തോന്നണമേ. എൻ്റെ കുടുംബത്തിൽ രക്ഷ വരട്ടപ്പാ. എന്നോട് സംസാരിക്കണമേ, എന്നെ തൊടണമേ. ഇന്ന് രാത്രികാലം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. പരിശുദ്ധനായ ദൈവമേ, ആരെല്ലാം തലയിൽ കൈവച്ചിരിക്കുന്നു അവരെല്ലാം കർത്താവ് തൊടയണമെന്ന് അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. പരിശുദ്ധ ആത്മാവ് അവരെ ഒന്ന് തൊടുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ എനിക്ക് തന്നതേക്കാൾ വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് വൻ കാര്യത്തെ ചെയ്യണമേ. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.